ഒരാഴ്ച മുമ്പായിരുന്നു യൂട്യൂബർ, ഇൻസ്റ്റഗ്രാമർ തുടങ്ങിയ നിലയിൽ പലരും അറിയുന്ന നിഹാദ് എന്ന തൊപ്പിയുടെ സുഹൃത്ത് അച്ചായൻ എന്ന സോജൻ വർഗീസ് ഏഞ്ചൽ വിവാഹിതനായത്. തൊപ്പിയുടെ സ്ഥിരം ഫോളോവേഴ്സിന് അച്ചായൻ സുപരിചിതനാണ്. തൊപ്പി എവിടെയുണ്ടോ അവിടെ അച്ചായനും ഉണ്ടാകാറുണ്ട്. ആതിര റോയി എന്ന 25-കാരിയാണ് സോജൻ വിവാഹം ചെയ്തത്. ഇരുവരും തമ്മിലുള്ള പ്രായവ്യത്യാസം കൊണ്ട് തന്നെ അച്ചായന്റെയും ആതിരയുടെയും വിവാഹം വലിയ രീതിയിൽ ചർച്ചയായി മാറിയിരുന്നു. വിവാഹത്തിന് താല്പര്യമുണ്ടെന്ന ആഗ്രഹം ആതിര തന്നോട് വന്ന് പറയുകയായിരുന്നു എന്നാണ് അച്ചായൻ പറയുന്നത്. ഇപ്പോഴിതാ അച്ചായനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സുഹൃത്തായ ജിനു തോമസ് എന്ന പെൺകുട്ടി. സോജൻ തന്നെ മർദ്ദിച്ചതായും ഒരു ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ജിനു തോമസ് പറഞ്ഞു. അച്ചായന്റെ ആരാധകരിൽ ഏറെ പേർക്കും ജിനു തോമസിനെ അറിയാവുന്നതാണ്. അച്ചായന്റെ ആരാധകരിൽ നിന്നും കഴിഞ്ഞ കുറച്ചു നാളുകളായി വലിയ രീതിയിലുള്ള സൈബർ ആക്രമണവും നേരിടുന്നുണ്ടെന്നും ജിനു പറഞ്ഞു. അമ്മയും മോനും സ്നേഹം കാണിച്ച് സ്ത്രീകളെ ട്രാപ്പിലാക്കുകയാണെന്നും ജിനു ആരോപിച്ചു. ജിനു തോമസ് തന്റെ പണം പറ്റിച്ചതായി അടുത്തിടെ അച്ചായനും അമ്മയും ആരോപിച്ചതിന് പിന്നാലെയാണ് ജിനുവിന്റെ പ്രതികരണം. സോജനുമായി 5-6 മാസത്തെ പരിചയമാണുള്ളത്. ആദ്യം മീറ്റ് ചെയ്തത് ഫ്രണ്ട്സിനൊപ്പമുള്ള ഒരു പാർട്ടിയിൽ വെച്ചായിരുന്നു. തൊപ്പിയുടെ അച്ചായൻ എന്ന പേരിലാണ് സുഹൃത്തുക്കൾ എനിക്ക് അച്ചായനെ പരിചയപ്പെടുത്തി തരുന്നത്. ആ സമയത്ത് തൊപ്പിയുടെ പേര് വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നത് കൊണ്ട് തൊപ്പി എന്ന പേര് എനിക്ക് അറിയാമായിരുന്നു. അല്ലാതെ വീഡിയോയിലൂടെയൊന്നും അച്ചായനെ കണ്ടിട്ടില്ല. അത്തരം വീഡിയോകൾ ഞാൻ കാണാറുമില്ല. ഗുണ്ടകളൊക്കെ ഇരിക്കുന്നത് പോലെയുള്ള സെറ്റപ്പിലായിരുന്നു അച്ചായൻ ഇരുന്നിരുന്നത്. സുഹൃത്തുക്കൾ അയാളോട് പോയി സംസാരിച്ചു, എന്നോടും സംസാരിച്ചു. പിന്നെ എൻ്റെ സുഹൃത്തിൻ്റെ കയ്യിൽ നിന്നും നമ്പർ വാങ്ങി പുള്ളി എന്നെ കോണ്ടാക്ട് ചെയ്തു. വെറുതെ സംസാരിക്കാൻ തോന്നിയപ്പോൾ മെസ്സേജ് അയച്ചതാണെന്ന് പറഞ്ഞു. ശേഷം കുറച്ചുനാൾ കഴിഞ്ഞ് വീണ്ടും അയാൾ കോണ്ടാക്ട് ചെയ്ത് 82 വയസ്സുള്ള അമ്മയെ നോക്കാൻ ഒരാളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആ സമയത്ത് പുതിയൊരു ജോലിക്ക് ശ്രമിക്കുകയായിരുന്നു. വീണ്ടും ഒരു ദിവസം കോണ്ടാക്ട് ചെയ്ത് അമ്മയെ നോക്കാൻ ഒരാളെ അത്യാവശ്യമായി വേണമെന്ന് പറഞ്ഞു. അയാൾ മാത്രമല്ല, അയാളുടെ അമ്മയെയും കൊണ്ടാണ് ഫോൺ വിളിപ്പിച്ചത്. ആ സ്ത്രീ അവരുടെ സങ്കടവും കഥകളുമെല്ലാം പറഞ്ഞു. എനിക്കും അമ്മയൊക്കെ ഉള്ളതുകൊണ്ട് ഒരു അമ്മയുടെ വിഷമം എന്ന രീതിയിൽ ഞാൻ കേട്ടുനിന്നു. മാത്രമല്ല, എന്നാൽ കഴിയുന്ന സഹായം വന്ന് ചെയ്തു തരാമെന്നും പറഞ്ഞു. സാലറിയുടെ കാര്യം വന്നിട്ട് സംസാരിക്കാമെന്നാണ് സോജൻ പറഞ്ഞത്. അങ്ങനെ ഞാൻ അവരുടെ വീട്ടിലേക്ക് പോയി. ആ അമ്മയെ കണ്ടപ്പോൾ എനിക്ക് പാവം തോന്നി. തീരെ വയ്യാത്ത അവസ്ഥയിലായിരുന്നു. ഒരമ്മ ഉള്ള വീടായതുകൊണ്ട് സേഫ് ആയിരിക്കുമെന്ന് കരുതിയാണ് ഞാൻ പോയത്. വീട്ടിലെ ഒരു അംഗത്തോടു പോലുള്ള സ്നേഹമായിരുന്നു അമ്മയും മകനും എന്നോട് ആദ്യം കാണിച്ചത്. പിന്നീട് പതിയെ പതിയെ എല്ലാം മാറി. അയാൾ നമ്മളെ അടിമയാണെന്നുള്ള രീതിയിലാണ് ഇടപെടുന്നത്. ഭരിക്കും, പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെട്ടു. സുഹൃത്തുക്കളും വീട്ടുകാരും വിളിക്കുന്നത് ഇഷ്ടപ്പെടാതെ എൻ്റെ ഫോൺ ഒരു ദിവസം നിലത്തെറിഞ്ഞ് പൊട്ടിച്ചു. അന്ന് ഞാൻ ഒരുപാട് കരഞ്ഞു. എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായിരുന്നു. പിറ്റേ ദിവസം പുള്ളി വേറൊരു ഫോൺ വാങ്ങിത്തന്നു. മറ്റു ചില ടെൻഷൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അങ്ങനെ പെരുമാറിയതെന്നാണ് പറഞ്ഞത്. അമ്മയും മോനും സ്നേഹം കാണിച്ച് പെൺകുട്ടികളെ ട്രാപ്പിലാക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം സ്നേഹം കാണിച്ച് അവരുടെ